എന്താ പറയുക, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. കാരണം ഞാനൊരു വലിയ വ്യക്തിയൊന്നും അല്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പൊക്കം കുറഞ്ഞൊരു വ്യക്തിയാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര ഒന്നും പൊക്കമൊന്നുമില്ല, നിങ്ങളൊക്കെ എന്നെക്കാളും വളരെ ഭാഗ്യവാന്മാരാണ് അല്ലേ? അത് മാത്രമല്ല, ജോബി മാത്യു എത്ര വളർന്നാലും ഉയർന്നാലും വന്ന വഴികൾ മറക്കുന്ന ഒരാളല്ല ജോബി മാത്യു. വന്ന വഴികൾ തെളിമയോടുകൂടി ഓർത്തു വെക്കുന്ന ഒരാളാണ് ജോബി മാത്യു. അതുകൊണ്ട് പറയുക, നിങ്ങൾ ഇന്നൊരു ലോക ചാമ്പ്യനായിട്ട് എന്നെ കാണുന്നതിന് മുമ്പ് ഒരു സാധാരണ കുടുംബത്തില്, ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഗ്രാമത്തില്, ഒരു മലയുടെ മുകളിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ആളുകളുടെ മനസ്സെന്താണെന്ന് ഒരു സാധാരണക്കാരനായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ, എനിക്ക് ലോകത്തിലെ വലിയ വലിയ പ്രോഗ്രാമുകളിലൊക്കെ പോയി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങളെ പോലെയുള്ള ആളുകളോട് സംസാരിക്കാനായിട്ടാണ് എനിക്ക് സന്തോഷം. എന്താ കാര്യം എന്നറിയാമോ? അടുക്കമ്മലയുടെ മുകളിലുള്ള വീട്ടിൽ 1976 ഡിസംബർ 8-ാം തീയതി ഞാൻ ജനിച്ചപ്പോൾ ആ ഗ്രാമത്തിൽ വേറെ ശാരീരികമായിട്ട് പരിമിതിയുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഇന്നും ഒരേ ഒരാളെ ആ ഗ്രാമത്തിന് ശാരീരിക വൈകല്യമുള്ള ഒരാളെ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഒരു കുഴപ്പവുമില്ലാത്തവരാണ്. അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ജനിച്ച ഉടനെ എനിക്ക് കിട്ടിയത്. ആ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടി 60% വൈകല്യമുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. ശരിയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ഈ കാലുകൾ രണ്ടും വളരെ ചെറുതാണ്. ഈ വലത് കാലില് ഒരു വിരല് മാത്രമേ ഉള്ളൂ, ഈ ഇടത് കാലില് 4 വിരലുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ എത്രയധികം ഭാഗ്യവാന്മാരും എന്താ പറയുക അനുഗ്രഹീതരാണ് എന്നുള്ളത് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം. നിങ്ങൾക്കാർക്കും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലൂടെ ഇങ്ങനെ കൈകുത്തി ചാടി നടക്കേണ്ട ഒരവസ്ഥ ഈശ്വരൻ കൊണ്ടുവന്ന് തന്നിട്ടില്ല അല്ലേ? നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ടൗണിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സമ്മേളന വേദിയിലേക്ക് നിങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കേ, ഞാൻ വളരെ സന്തോഷവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ നടന്നു വന്ന കൈകുത്തി ചാടി വന്ന ഒരു വ്യക്തിയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഞാൻ ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ നാട്ടില് പാലായില് എല്ലാവർക്കും സന്തോഷമായിരുന്നു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടായ ദിവസം പാലാപ്പള്ളി പെരുന്നാളിന്റെ ദിവസമാണ്. ആ ദിവസത്തില് എൻ്റെ അമ്മ വീട് പാലാ ടൗണിലായതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷിക്കുന്ന നിമിഷമാണ്. ആ നല്ല നിമിഷങ്ങളില് അവരുടെ എല്ലാവരുടെയും സന്തോഷം കളഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. എന്താ കാര്യം? നിങ്ങളൊക്കെ പേരൻസാ അല്ലേ, മാതാപിതാക്കളാ. നിങ്ങൾക്കൊരു കുട്ടി കയ്യോ കാലോ ഇല്ലാതെ അല്ലെങ്കിൽ വൈകല്യത്തോടു കൂടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ സന്തോഷമില്ല, അതോടെ പോവുകയല്ലേ? തീർച്ചയായിട്ടും പോകും. എന്നെ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ എടുത്ത് സിസ്റ്റേഴ്സ് എൻ്റെ മമ്മിയെ കാണിക്കാൻ വേണ്ടിയിട്ട് വാക്കുകൾക്ക് വേണ്ടിയിട്ട് വിഷമിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. എൻ്റെ പപ്പായിക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ കുട്ടി നടക്കുമോ ഇരിക്കുമോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റുകയില്ല, വളർന്നു വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ നിസ്സാരനായിട്ടുള്ള എന്നെ ഈശ്വരൻ വളർത്തി വലുതാക്കി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഈ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ലോക മെഡലുകൾ നേടിയ ഒരു വേൾഡ് ചാമ്പ്യൻ ആയിട്ടാണ്. അതിൽ കൂടുതൽ എന്ത് ഈശ്വരാനുഗ്രഹമാണ് പ്രിയപ്പെട്ടവര് എനിക്ക് ഈശ്വരൻ നൽകാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉദ്ഘാടന വേദിയില് ഈ സംസ്ഥാന സമ്മേളനത്തില് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഷെയർ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്കാർക്കും പരിമിതികളില്ല, നമ്മൾക്കാർക്കും ലിമിറ്റേഷൻസ് ഇല്ല. നമ്മൾക്ക് ലിമിറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എനിക്ക് 48 വയസ്സ് കഴിഞ്ഞു, 49ാമത്തെ വയസ്സിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വർഷത്തെ ജീവിതം
എന്നെ എന്തു പഠിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ജീവിതം പഠിപ്പിച്ചത് ഇതാണ്: കഷ്ടപ്പെടാതെ, ബുദ്ധിമുട്ടാതെ ഈ ലോകത്തിൽ വിലപ്പെട്ടതൊന്നും ആർക്കും സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾക്കറിയാമോ, എന്നെയും എടുത്തുകൊണ്ട് എന്റെ 5-ാമത്തെ വയസ്സിൽ എന്റെ അപ്പച്ചൻ മരിച്ചുപോയി. പപ്പ മരിച്ചു. ഒരു കുടുംബനാഥൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുടുംബം തകരും. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? എന്റെ മമ്മി ഒത്തിരി കഷ്ടപ്പെട്ടു എന്നെയും എന്റെ അനുജത്തിയെയും വളർത്തിക്കൊണ്ട് വരുവാനായിട്ട്. അതൊന്നും ആർക്കും അറിയുന്നില്ല. വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ജോബി മാത്യുവിനെ നിങ്ങൾ ഒരുപക്ഷെ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്റെ മമ്മിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല, എന്റെ അനുജത്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല. അവരാണ് ശരിക്കും റിയൽ ഹീറോസ്. കാരണം ഞാൻ പറയാം, എന്നെയും എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് ആ കുഗ്രാമത്തിലൂടെ എന്റെ മോനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ഏറ്റവും അടുത്തുള്ള ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നിട്ട് എന്റെ മമ്മി ഒരേ ഒരു ആഗ്രഹമേ പറഞ്ഞുള്ളൂ: എന്റെ മോനെ ഈ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്കൂൾ മാനേജ്മെന്റ് മുഴുവൻ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? സിവിയർ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്, ഒത്തിരി ശാരീരികമായിട്ട് വൈകല്യമുണ്ട്, 60% വൈകല്യമുള്ള കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ യാതൊരു കാരണവശാലും ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ചേർക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അന്ന് എന്റെ അനുജത്തിയെയും കൈക്ക് പിടിച്ചുകൊണ്ട് എന്നെയും ഒക്കത്ത് പിടിച്ചുകൊണ്ട് ആ സ്കൂൾ മുറ്റത്ത് നിന്ന് ഒരുപാട് കരഞ്ഞു എന്നാണ് എന്റെ മമ്മി എന്നോട് പറഞ്ഞത്, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. പിന്നീട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഞാൻ ആ സ്കൂളിൽ പഠിച്ചില്ല. പക്ഷേ ഇന്ന് ആ സ്കൂളിന് ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. ആ സ്കൂളിന്റെ 100-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, 2013 മുതൽ സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും എന്നെ കുറിച്ച് ഒരു അധ്യായം ആ സ്കൂളിൽ പഠിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: ഈശ്വരൻ ഉയർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഉയരുള്ളൂ, ഈശ്വരൻ വളർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മള് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അത് വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ട ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക: ദൈവമേ, ഞാൻ പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ്, എന്നെ സഹായിക്കണേ, സപ്പോർട്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് ഹൈന്ദവ കോൺഗ്രസിലാണെങ്കിലും കൊള്ളാം, ഇസ്ലാമിക് കോൺഗ്രസിലാണെങ്കിലും കൊള്ളാം, ക്രിസ്ത്യൻ കോൺഗ്രസിലാണെങ്കിലും കൊള്ളാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ ജീവിതം അതാണ്. നിങ്ങൾക്കറിയാമോ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്ന് കവി ആലങ്കാരികമായിട്ട് പാടിയോ പറഞ്ഞോ വെച്ചിട്ടുണ്ട്. എന്റെ മമ്മിയുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിഴലിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത നിരവധി സന്ദർഭങ്ങള് എന്റെ മമ്മിയുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രചോദനാത്മകമായിട്ടുള്ള പ്രഭാഷണങ്ങള് 1000കണക്കിന് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്റെ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ക്യൂരിയോസിറ്റിയും കൊണ്ട് മറ്റുള്ളവർ എന്നോട് വന്നിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ജോബി, നിങ്ങളുടെ റോൾ മോഡൽ ആരാ? ശരിക്കും നിങ്ങളുടെ റോൾ മോഡൽ ആരാ എന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഇവിടെ നിങ്ങളൊക്കെ കാണുന്ന വലിയ വലിയ ആളുകളൊന്നുമല്ല എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എന്റെ മമ്മിയാണ് എന്റെ റോൾ മോഡൽ എന്ന് ഞാൻ അവരോട് അഭിമാനത്തോടു കൂടി പറയും. ഞാൻ പുഞ്ചിരിക്കുന്നുണ്ട്. ആ പുഞ്ചിരിയുടെ രഹസ്യം എന്താണെന്ന് അറിയാമോ? എന്റെ നാട്ടിൽ വഴിയൊന്നും ഇല്ലായിരുന്നു. ഇതേപോലെയുള്ള കൊച്ചി സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റികളിലുള്ള പോലെയുള്ള സൗകര്യങ്ങളൊന്നും എന്റെ നാട്ടിലില്ലായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ നാട്ടില് എന്റെ വീട് മുറ്റത്ത് നിന്ന് കാണുന്ന പിക്ചർ ചുറ്റിനും മലയായിരുന്നു. അവിടുന്ന് 1 കിലോമീറ്റർ മലയിറങ്ങി 6 കിലോമീറ്ററോളം ഇതേപോലെ കൈകുത്തി ചാടിക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ എനിക്ക് ബസ് സ്റ്റോപ്പിൽ എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ആദ്യ നാളുകളിൽ എന്നെ എടുത്തുകൊണ്ട് എന്റെ മമ്മി പോകും. അപ്പൊ പോകുമ്പോ എന്നോട് എന്റെ മമ്മി പറഞ്ഞു തന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് എന്റെ മമ്മി റോൾ മോഡൽ ആകാൻ കാര്യം ഞാൻ പറയാം. അതിതാണ്, എന്റെ മമ്മി എന്നോട് പറഞ്ഞു തന്നത്: മോനെ, നിനക്ക് കാല് മാത്രമേ ഇല്ലാത്തുള്ളൂ, വേറെ ഒരു കുറവുകളുമില്ല. നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നേടാൻ പറ്റുമെന്ന് എന്റെ മമ്മി എന്നോട് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് എന്റെ മമ്മി എനിക്ക് റോൾ മോഡൽ ആയത്. നിങ്ങൾക്കറിയാമോ, ഒരു
ആരും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇല്ലാത്ത ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. ആ അടുക്കമലയുടെ മുകളിൽ നിന്നും കൈകുത്തി ചാടി ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, 14,000-ലധികം തവണ കൈകുത്തി ചാടിയെങ്കിൽ മാത്രമേ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലെത്താനും തിരിച്ചു വീട്ടിലെത്താനും എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇന്നലകളിൽ ഞാൻ അങ്ങനെയായിരുന്നു. നിങ്ങൾക്കറിയാവോ, വഴിയൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലം, റോഡില്ലാത്ത സ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങൾ, കറണ്ട് ഇല്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ല. ഞാൻ പോകുന്ന വഴിയിൽ 8 തോടുകളുണ്ട്. ആ തോടുകൾ കടക്കണമെന്നുണ്ടെങ്കിൽ തെങ്ങിൻ തടി കൂട്ടി കെട്ടി വെച്ചിട്ടുള്ള പാലം മാത്രമേ ഉള്ളൂ. ആ പാലത്തിലൂടെ ഇങ്ങനെ കൈകുത്തി ചാടാനായിട്ട് എനിക്ക് സാധിക്കുകയില്ലാത്തത് കൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ആ തോടുകളിലെ ആഴം കുറഞ്ഞ സ്ഥലങ്ങൾ അന്വേഷിച്ചു പോയി. അതിനകത്ത് ഇറങ്ങി വഴിക്കലുള്ള കല്ലുകളിൽ പിടിച്ച് അക്കരെ കയറി 8 തോടുകൾ കടന്നിട്ട് വേണം അടുക്കം ബസ് സ്റ്റോപ്പിലെത്താനായിട്ട്. അവിടുന്ന് പിന്നെയും എനിക്ക് മുമ്പേ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങും. എന്നെ ചേട്ടായി എന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കൽ, അത്ര സ്നേഹസമ്പന്നയായിട്ടുള്ള എൻ്റെ അനുജത്തി എൻ്റെ എക്സ്ട്രാ ഡ്രസ്സും എൻ്റെ ബുക്കും എല്ലാം എടുത്തുകൊണ്ട് അവള് മുമ്പേ പോകും. അടുക്കത്തൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ സ്റ്റാഫ് ഡ്രസ്സ് മാറുന്ന ഒരു ചെറിയ മുറിയുണ്ട്. അവിടെ കൊണ്ട് എൻ്റെ ഈ സ്പെയർ ഡ്രസ്സ് എല്ലാം വെക്കും. അവിടെ നിന്ന് ഞാൻ അടുക്കം വരെ കൈകുത്തി ചാടി വേർത്തൊലിച്ച് വന്നതിന് ശേഷം അവിടെ അടുക്കം തോട്ടിൽ കുളിച്ച് ഞാൻ ഈ സ്റ്റാഫ് ഡ്രസ്സ് മാറുന്ന ആ മുറിയിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? എനിക്ക് എല്ലാ കുട്ടികളുടെയും ഒപ്പം കളിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ സന്തോഷിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ ആ സന്തോഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതോടെ തീർന്നുപോയി. എന്നാന്നറിയാമോ? എന്താ കാര്യം? സാധാരണ കുട്ടികൾ പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഡ്രിൽ പീരീഡ് വരുമ്പോൾ, PT പീരീഡ് വരുമ്പോൾ എന്നെ ആരും കളിയിൽ കൂട്ടുമായിരുന്നില്ല. അല്ലെങ്കിൽ അവർ കളിക്കുന്ന കളികളൊന്നും എനിക്ക് കളിക്കാൻ പറ്റുമായിരുന്നില്ല. എല്ലാ ദിവസവും ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്ന ഒരാൾ മാത്രമായിരുന്നു ജോബി മാത്യു ഒരു കാലഘട്ടത്തില്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആം റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ ഒരു കൂട്ടുകാരൻ പഠിപ്പിച്ചു. അതില് ഞാൻ ആ പഠിപ്പിച്ച ആളെ തന്നെ തോൽപ്പിച്ചു. അപ്പോൾ എൻ്റെ കൈകൾക്ക് കരുത്തുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മൾക്ക് സ്വയം തിരിച്ചറിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അതിനുശേഷം ഞാൻ ഒരു ജിമ്മിൽ ചെന്നു. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ആ ജിമ്മിൽ ചെന്നിട്ട് അതിന്റെ മാഷിനോട് പറഞ്ഞു, എനിക്കൊരു ലോക ചാമ്പ്യൻ ആകണം എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ എന്നെ നോക്കി വളരെ എന്താ പറയാ, ഒരു വികാരവും ഇല്ലാതെ ചിരിച്ചു, എന്തോ തമാശ കേൾക്കുന്നത് പോലെ. ഇതേ ആവശ്യവുമായിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് കയറി കേരള സ്പോർട്സ് കൗൺസിലിൽ ചെന്നു. എന്നാണെന്നറിയാമോ? 1993 അങ്ങനെ കേരള സ്പോർട്സ് കൗൺസിൽ എന്നോട് അറിവുള്ളവർ പറഞ്ഞു വന്നു, സ്പോർട്സിന് സഹായമൊക്കെ കൊടുക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിലാണെന്ന്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ചെന്നത്. ഉച്ച കഴിഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, വെളുപ്പിന് തുടങ്ങിയ യാത്രയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു ഓഫീസറോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു, സാർ എനിക്ക് ഒരു ലോക ചാമ്പ്യൻ ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസർ അടുത്തിരുന്ന ഓഫീസറോട് പറയുകയാണ്, എടോ 2 കാലുകളും തികച്ചില്ല. അയാളുടെ ആഗ്രഹം കണ്ടോ? നമ്മൾ ഈ ഡെസ്ക് മാറ്റിയിട്ട് നോക്കണം പുള്ളിയെ കാണണമെന്നുണ്ടെങ്കിൽ. പുള്ളി പറയുകയാണ് വേൾഡ് ചാമ്പ്യൻ ആകണം പോലെന്ന്. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്താണെന്നറിയാമോ? 93 എടോ, കാലാകാവുന്നവര് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മെഡൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ എന്നെ 2 കാലും തികച്ചില്ലാത്ത താൻ എന്നാ ചെയ്യാനാ? താൻ പഠിച്ചൊരു നല്ല ജോലി നോക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്നൊന്നും തൃപ്തനായില്ല. ഞാൻ വളരെ വിഷമിച്ചാണ് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഞാൻ പ്രതീക്ഷിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന്, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും, സ്പോർട്സ് കൗൺസിൽ സപ്പോർട്ട് ചെയ്യുമെന്ന്. ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അതേ ജിമ്മിൽ തന്നെ വന്ന് ആശാനോട് ചോദിച്ചു, എനിക്ക് ഈ ജിമ്മിൽ വന്ന് എല്ലാ ദിവസവും എല്ലാവരും എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ആശാൻ പറഞ്ഞു, ആ മാഷ് പറഞ്ഞു, ജോബി വന്നോ കണ്ടോ, പക്ഷെ ഒരേ ഒരു നിബന്ധന, എക്യുപ്മെന്റ്സിലൊന്നും തൊട്ടേക്കരുതെന്ന് പറഞ്ഞു. അതായത് വെയിറ്റ് എടുക്കാൻ പാടില്ല. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവര് സമാധാനം പറയേണ്ട വരുമെന്നുള്ള ധാരണയിൽ. അങ്ങനെ 1 മാസം ഞാൻ ആ ബെഞ്ചിലിരുന്ന് എൻ്റെ ജിമ്മിൽ വന്ന് എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഡംബൽസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നത്. 2 ചെറിയ ഡംബൽസ് തരാമോ എന്ന് ഞാൻ ആ മാഷിനോട് ചോദിച്ചു, എൻ്റെ കൈക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 കിലോയുടെ 2 ചെറിയ ഡംബൽസ് എനിക്ക് എടുത്തു തന്നു. അങ്ങനെ 93 പ്രാക്ടീസ് തുടങ്ങിയതാണ് ഞാൻ. ഇപ്പോൾ
ഈ പ്രാക്ടീസ് 30 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് മെഡൽ നേടിയത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിലും സ്പെയിനിലും ഈജിപ്തിലും കസാക്കിസ്ഥാനിലും ഉക്രൈനിലും അമേരിക്കയിലും പോളണ്ടിലും കാനഡയിലും ഇസ്രായേലിലും കൊറിയയിലും ഒക്കെ ഉയർത്തിപ്പിടിച്ചത് ജോബി മാത്യു എന്ന് പറയുന്ന വ്യക്തിയുടെ പേരോ കുടുംബത്തിന്റെ പേരോ ഒന്നുമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാഭിമാനം, ഈ മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ച് എണ്ണം പറഞ്ഞ് 29 ലോക മെഡലുകൾ എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ 2 കാലുകളും ഇല്ലാതെ 40% മാത്രം ശാരീരിക ക്ഷമതയുള്ള എനിക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ചെറുപ്പക്കാരെ തോപ്പിച്ച് വൈകല്യമുള്ള ആളുകളുടെ കാറ്റഗറിയിലെ ലോക ചാമ്പ്യൻ അല്ല കേട്ടോ ഞാൻ, ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള സാധാരണക്കാരുടെ കാറ്റഗറിയിലെ വേൾഡ് ചാമ്പ്യനാണ് ഞാൻ. 2008 സ്പെയിനില് ഞാൻ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് ലിമിറ്റേഷൻ ആണുള്ളത്? നിങ്ങൾക്ക് എന്ത് പരിമിതിയാണുള്ളത്? നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. വള്ളത്തോളിന്റെ ഒരു മുക്തകം ഇങ്ങനെയാ പറയുന്നത്, പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലേക്ക് അയച്ചതീശൻ. നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിക്കുന്നവരോടൊപ്പം മാത്രമേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. പരിശ്രമിക്കുന്നവരോടൊപ്പം മാത്രമേ വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും ആകാൻ പറ്റുകയില്ല, ഒന്നും നേടാൻ പറ്റുകയില്ല. ആ അടുക്കം എന്ന് പറയുന്ന കുഗ്രാമത്തിൽ ഇരുന്ന് ഞാൻ ചിന്തിച്ചു, ഈ മലയൊക്കെ കടന്നു പോകണം, എനിക്ക് പരിശ്രമിക്കണം, എന്നെയും കൊണ്ട് സാധ്യമാകുന്ന എല്ലാ മേഖലകളിലും റെക്കോർഡ് ഇടണം. അങ്ങനെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് 30 വർഷത്തിന് ശേഷം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് 29 ലോക മെഡലുകളുണ്ട്. 9 വ്യത്യസ്ത കായിക ഇനങ്ങളിൽ നാഷണൽ ചാമ്പ്യനായി ഞാൻ. പഞ്ചഗുസ്തി, വാൾഫൈറ്റ്, ബാഡ്മിന്റൺ, ഷോട്ട് പുട്ട്, ജാവലിൻ, ഡിസ്കസ്, സ്വിമ്മിംഗ്, ടേബിൾ ടെന്നീസ്, പവർ ലിഫ്റ്റിംഗ്. ഈ കഴിഞ്ഞ മാസം നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻ കി ബാത്തില് എന്നെ കുറിച്ച് 2 മിനിറ്റ് നേരം സംസാരിച്ചു എന്നുള്ളത് അതെന്തുകൊണ്ടാണെന്നറിയാമോ? 48ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഞാൻ 148 കിലോ ഉയർത്തി ബെഞ്ച് പ്രസ്സില് റെക്കോർഡോടുകൂടി കേരളത്തിന്റെ ആദ്യത്തെ ചരിത്രത്തിലെ സ്വർണ്ണ മെഡൽ നേടിയപ്പോഴാണ് എന്റെ പ്രൈം മിനിസ്റ്റർ എന്നെ അഭിനന്ദിച്ച് പറഞ്ഞത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഓർക്കണം, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മളെ പേരെടുത്ത് പറയുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം എന്താണല്ലേ? അതിൽ കൂടുതൽ ഒരു അവാർഡ് എന്താണല്ലേ? അതിൽ ഞാൻ സന്തോഷവാനാണ് പ്രിയപ്പെട്ടവര്. ഞാനിത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചത് നമ്മൾക്കൊന്നും ഒരു പരിമിതിയുമില്ല. ലോക ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ളവര്, ലോക ചരിത്രം തിരുത്തി കുറിച്ചവര്, അവരൊക്കെ പല തരത്തിലുള്ള കുറവുകളുള്ളവരായിരുന്നു, വൈകല്യങ്ങളുള്ളവരായിരുന്നു അല്ലേ? നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹെലൻ കെല്ലർ തൊട്ട് സ്റ്റീഫൻ ഹോക്കിൻസ് വരെ ഒത്തിരി ആളുകൾ ലോക ചരിത്ര താളുകളിലുണ്ട്. അത് നമ്മൾക്ക് പ്രചോദനമാകണം. അതാണ് ഈശ്വരൻ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് കുറച്ച് പരിമിതി തന്നപ്പോൾ ഈശ്വരൻ ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് തന്നെയാകും. ഞങ്ങൾ പ്രചോദനത്തിന്റെ മാലാഖമാരായിട്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊക്കെ പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടായിരിക്കാം എനിക്ക് ഒരുപക്ഷെ 2 കാലും ഈശ്വരൻ തരാതിരുന്നത്. എന്നെ അറിയുന്നവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അയ്യോ, ഇവര് കാലും കൂടി കൊടുത്തായിരുന്നെങ്കിൽ എന്റെ ദൈവമേ, കാലില്ലാതിരുന്നിട്ട്. അതൊരു വിജയമാകാം, അതൊരു തോൽവിയാകാം. പക്ഷെ ഞാൻ പറയുന്നു, പുരാണങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, പുരാണങ്ങളിൽ ശാരീരികമായിട്ട് പരിമിതിയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആരാണ്? ധൃതരാഷ്ട്രർ അല്ലേ? ധൃതരാഷ്ട്രരെ അറിയാമല്ലോ, കണ്ണു കാണാൻ പാടില്ലാതെ സ്വന്തം പുത്രന്മാരെല്ലാം എന്താ പറയാ ആകസ്മികമായിട്ട് മരണപ്പെട്ടു പോയപ്പോൾ പുത്രദുഃഖത്താല് അദ്ദേഹത്തിന്റെ മുമ്പിൽ കിട്ടിയ ഉരുക്കു പ്രതിമ അല്ലെ? ഉരുക്കു പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കണക്ട് ആവും അല്ലെ? നിങ്ങൾ ഇരുമ്പും ഇതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നവരാ. ആ ഉരുക്കു പ്രതിമ ആലിംഗനം ചെയ്ത് പൊടിച്ചു കളഞ്ഞു എന്നാണ് പുരാണങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ധൃതരാഷ്ട്രന്റെ ആലിംഗനത്തില് ആ ഉരുക്കു പ്രതിമ പൊടിഞ്ഞുപോയി.
എന്ത് ശക്തിയാ അത്? അമാനുഷികമായിട്ടുള്ള ശക്തിയല്ലേ ഇത്? ആ പുരാണങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഉദ്രു വിനീത എന്ന് പറയുന്ന 2 അമ്മമാരുണ്ടായിരുന്നു. ആ അമ്മമാർക്ക് ഭഗവാൻ ഒരു വരം കൊടുത്തു. എന്ത് വരമാണ് കൊടുത്തത്? ഒരമ്മയ്ക്ക് 1000 കുട്ടികൾ ഉണ്ടാവട്ടെ എന്നും ഒരമ്മയ്ക്ക് 2 കുട്ടികൾ ഉണ്ടാവട്ടെ എന്നും. 1000 കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് വരം കിട്ടിയ അമ്മയുടെ ആ മുട്ടകളെല്ലാം വിരിഞ്ഞ് തൊടിയിലും മുറ്റത്തുമൊക്കെ ഒത്തിരി കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ കുറെ നാളായിട്ട് തനിക്ക് വരം കിട്ടിയ 2 മുട്ടകൾ വിരിയാതെ അത് സൂക്ഷിച്ച് എന്നും അതിലേക്ക് നോക്കിയിരുന്ന ഒരു എന്താ പറയാ മാതൃസഹജമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഒരമ്മ തന്റെ കുഞ്ഞ് എവിടം വരെ ആയെന്ന് അറിയാനായിട്ട് തനിക്ക് കിട്ടിയ 2 മുട്ടയിൽ ഒരു മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു നോക്കി. ആ മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വന്നു. ആ കുഞ്ഞാണ് പിൽക്കാലത്ത് സൂര്യദേവന്റെ തേരാളിയായിട്ട്, അല്ലേ, അരുണ ഭഗവാനായിട്ട് പുരാണങ്ങളിൽ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് ഉണ്ട്. അപ്പൊ പക്ഷേ നമ്മൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണമെന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഞാൻ എന്റെ കമ്മിറ്റ്മെന്റ്, ഞാൻ ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യൻ അത്ലറ്റാണ്. നട്ടല് വളയ്ക്കാതെ തല ഉയർത്തി മാത്രം നിൽക്കുന്ന ഒരു എളിയ ഇന്ത്യൻ പൗരനാണ്. എന്റെ അവസാന ശ്വാസം വരെ എന്റെ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് സ്വയം വിജയിക്കാൻ പറ്റുമല്ല, നമ്മൾ വിജയിക്കണം, മറ്റുള്ളവരെ വിജയിപ്പിക്കണം. അതായിരിക്കണം നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത്. എന്താ, ഞാൻ പഠിച്ചത് അതാണ്, എന്നെ എന്റെ അധ്യാപക ശ്രേഷ്ഠർ പഠിപ്പിച്ചത് അതാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. മാതാവിനെയും പിതാവിനെയും അതിഥിയെയും ആചാര്യനെയും ദൈവതുല്യരായിട്ട് കണ്ട് ആചരിച്ച് റെസ്പെക്ട് ചെയ്തു പോരുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ സംസ്കൃതിയുടെ സന്തതികളാണ് ഞാനും നിങ്ങളും ഇവിടെ പിറന്നു വീഴുന്ന ഓരോരുത്തരും. ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് എൻഹാൻസ് ചെയ്യേണ്ടത് നമ്മളുടെ കടമയാണ്. നമ്മളുടെ കടമകളെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് വിജയങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ അസോസിയേഷൻ, ഓൾ കൈൻഡ്സ് ഓഫ് എന്താ പറയുക, വെൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള നടത്തുന്ന കുറേയധികം പ്രവർത്തനങ്ങൾ ഞാൻ വന്നിരുന്നപ്പോൾ ആ ബ്രോഷറിൽ ഞാൻ കണ്ടു. അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, തൊട്ടടുത്തുള്ള നമ്മുടെ അശരണരായിട്ടുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ സഹായിച്ചിട്ടുള്ളതിന്റെ റിപ്പോർട്ടാണ് ഒരു 50 എണ്ണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അഭിനന്ദിക്കുന്നു നിങ്ങളെ. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ അഭിമാനങ്ങൾ. ഇതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമുക്കുള്ളത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞെങ്കിൽ അത് തന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തി ഉണ്ടായിരിക്കാം, നമുക്ക് പണം ഉണ്ടായിരിക്കാം, നമുക്ക് ബുദ്ധിശക്തി ഉണ്ടായിരിക്കാം, നമുക്ക് സാമൂഹിക ബന്ധം ഉണ്ടായിരിക്കാം. എന്തുണ്ടെങ്കിലും അത് നമ്മുടെ തന്നെ ഉയർച്ചയ്ക്കും നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് വിനിയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയങ്ങൾ നമ്മളെ തേടി എത്തുക. അത് നിങ്ങൾ കാണിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം വേറെ ഒരു കാര്യം കൂടി പറയാം. 3 സ്ത്രീകളാണ് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞു. ഒന്നെൻ്റെ അമ്മ, ഒന്നെൻ്റെ അനുജത്തി. എൻ്റെ അനുജത്തി പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ്. പാലായിലെ SH കോൺവെന്റില് സിസ്റ്റർ സ്മിത മരിയ എന്നാണ് പേര്. പിന്നെ എൻ്റെ സ്നേഹസമ്പന്നയായിട്ടുള്ള ഭാര്യ ഡോക്ടർ മേഘ. ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാനായിട്ട് രാജ്യാന്തര രംഗങ്ങളിൽ പോകുമ്പോൾ എൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുന്ന എൻ്റെ വൈഫ് ഒരു PhD സ്കോളറാണ് കേട്ടോ. ഡാൻസിൽ PhD എടുത്ത ഒരാളാണ്. 6ഓളം പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. വളരെ തിരക്കുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും കൂടുതൽ സപ്പോർട്ടോട് കൂടി നിൽക്കുന്നത് ഈ 3 സ്ത്രീകളാണ്. അപ്പൊ ജോബി മാത്യുവിന്റെ മുഖത്ത് നല്ല പുഞ്ചിരി ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ 3 സ്ത്രീ രത്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്കുള്ളവരെ സ്നേഹിക്കാനും നമ്മുടെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ലോകത്തിന് ജീവിത വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആകാൻ സാധിക്കുള്ളൂ. എനിക്കൊരു പ്രോത്സാഹനം കിട്ടിയത് വലിയ ഗവൺമെന്റ് ഒന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചതല്ല. നിങ്ങൾക്കറിയാവോ, 10 വർഷം ഇന്ത്യയുടെ ദേശീയ ചാമ്പ്യൻ ആയിരുന്നു ഞാൻ. എനിക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. സാധാരണക്കാരനായിട്ടുള്ള നമുക്ക് എവിടെ എന്ത് പിടിപാടാ ഉള്ളത്? അതിനടുത്ത് പോയി റെക്കമെൻഡ് ചെയ്യാനാ, അല്ലേ? ഒന്നും കിട്ടിയില്ല. എന്നെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ആർട്ടിക്കിൾ കണ്ടു. ആ ആർട്ടിക്കിൾ കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ എന്നെ വിളിച്ചു. ഫിലിം സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. അദ്ദേഹം എന്നെ സ്പോൺസർ ചെയ്തു. ആ സ്പോൺസർഷിപ്പ് കൊണ്ടാണ് ഞാൻ 2005 ഇന്ത്യയെ പ്രതികരിച്ച് പോയത്. ആ സൂപ്പർ സ്റ്റാറിന്റെ പേര് ശരത് കുമാർ എന്നായിരുന്നു.
2008 ഞാൻ വേൾഡ് ചാമ്പ്യനായിട്ട് ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു മിടുക്കി മോള് മുംബൈയിൽ നടന്ന ഒരു വലിയ ഫംഗ്ഷനിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പൊ ആ മോള് പറഞ്ഞു, 2 കാലുകൾ ഇല്ലാതിരുന്നിട്ടും സാറ് വേൾഡ് നമ്പർ 1 ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 കാലുകളും ഉണ്ടല്ലോ, ഒരു കുറവുമില്ലല്ലോ, നിങ്ങൾ പരിശ്രമിച്ചാലും ഇത് പറ്റുമെന്ന് പറഞ്ഞു. 2008 എൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ഒരു ഫോട്ടോയും മേടിച്ചു പോയതിനു ശേഷം ആ മിടുക്കി മോളെ ഞാൻ പിന്നീട് കാണുന്നത് 2012 പെട്രോളിയം സെക്ടറിന്റെ ഒരു വലിയ അവാർഡ് ദാന ചടങ്ങിൽ ആ മോള് ഇരിക്കുമ്പോൾ ഞാനും അവാർഡ് മേടിക്കാൻ കയറി ചെന്നു. അപ്പോഴും ആ കുട്ടി എന്നോട് പറയുകയാണ്, 4 വർഷത്തിന് ശേഷവും വേൾഡ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നതിൽ അതിശയമുണ്ട്, അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മോളോട് പറഞ്ഞു, ഞാനല്ല താരം, നിങ്ങളാണ് താരം എന്ന് പറഞ്ഞു. ലണ്ടൻ ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ മെഡൽ നേടിയ സൈന നെഹ്വാളായിരുന്നു ആ മിടുക്കി മോളെന്ന്. അപ്പോ ആ അടുക്കം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കായിക താരങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിൽ ഈ നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്കത് വലിയൊരു സന്തോഷവും ഒരു ഓണറുമാണ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് ഈശ്വരന് ഒരു അനുഗ്രഹം തന്നത്. അപ്പോൾ ഞാനിത് ഒന്നുകൂടി പറയാം, ഇനിയും രാജ്യത്തിന് വേണ്ടിയിട്ട് ജൂണിൽ ഞാൻ ബീജിങ്ങിലേക്ക് പോവുകയാണ്, ഒക്ടോബറിൽ ഈജിപ്തിലേക്ക് പോവുകയാണ്. ഇതാണ് പവർ ലിഫ്റ്റിങ്ങിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും മെഡൽ നേടാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എനിക്കിത് സാധിക്കുമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മൾക്ക് ലിമിറ്റേഷൻ ഇല്ല, നമ്മളാണ് നമ്മൾക്ക് ലിമിറ്റേഷൻ വെക്കുന്നത്. എന്നെ കണ്ടാൽ കൊള്ളില്ല, എനിക്ക് പണമില്ല, എന്നെ സഹായിക്കാൻ ആളില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നു പോവുകയുള്ളൂ. നമ്മൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്, എല്ലാവർക്കും കഴിവുകളുമുണ്ട്, കുറവുകളുമുണ്ട്. നമ്മൾ നമ്മുടെ കഴിവിൽ മാത്രം ഫോക്കസ് ചെയ്യുക, നമ്മുടെ കുറവുകളിലേക്ക് നോക്കരുത്, മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് മാത്രം നോക്കുക. അവരുടെ കുറവുകളിലേക്ക് നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, അത്രയും വലിയൊരു വൈകല്യത്തെ അതിജീവിച്ചിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വൈകല്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശക്തമായിട്ട് പരിശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. അതിതാണ്, പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, അല്ലേ? ഉണ്ട്, അത് സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് കൂടി പറയാം. ഒന്ന്, നമ്മുടെ സ്വകാര്യതയിൽ പോയിരുന്ന് ആരും കാണാതെ നമ്മുടെ വിഷമങ്ങൾ സ്വയം നമുക്ക് പരിശോധിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. കരയണമെങ്കിൽ കരയാം, പരിശോധിക്കാം, അത് നമ്മളുടെ റൈറ്റ് ആണ്. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ആരെയും കാണിച്ചോണ്ടല്ല, അല്ലാതെ ആശ്വാസം കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ ലോക ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, ഒന്നും കൂടി എടുത്തു പറയാം, നമ്മൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അവരോട് ഷെയർ ചെയ്യുക. അവര് നമ്മളോടൊപ്പം നിൽക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. 100 കണക്കിനൊന്നും വേണ്ട, 1 2 നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ മതി. അത് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് നല്ല സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നിങ്ങൾ കണ്ടുപിടിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബന്ധു വീടുകളിൽ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ, അവരൊക്കെ പാലായിലെ വലിയ വലിയ ആളുകളാണ്, അവരുടെയൊക്കെ സ്വീകരണ മുറികളിൽ ഞാൻ ഇരിക്കുമ്പോൾ 2 കാലും ഇല്ലാത്ത ഒരു കുഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് പറയാനായിട്ട് അവർക്ക് നാണക്കേടായിരുന്നു. ഇന്ന് ലോകത്തിന്റെ ഏത് സിറ്റിയിൽ ചെന്നിറങ്ങിയാലും എന്നെ സ്വീകരിക്കാനായിട്ട് അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ മുന്തിയ വണ്ടിയുമായിട്ട് ഒരു 8 10 പേര് ഏത് രാജ്യത്തും എനിക്കുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത്. അത് നിങ്ങൾ ആർജിച്ചെടുക്കണം. അങ്ങനെ ജീവിതത്തിലെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, എനിക്ക് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് അറിയത്തില്ല, ഞാൻ ഈശ്വര വിശ്വാസിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനോട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ട ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും, യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതൊന്നുമല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സാമാന്യബോധം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് അതിന്റെ ഉന്നതാവസ്ഥയിൽ
ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ അങ്ങനെ നിൽക്കുള്ളൂ. അതിനുശേഷം അത് കുറയും. എത്ര വലിയ സന്തോഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് അതിന്റെ പീക്കിൽ നിന്നും കുറയും. ഈ ഒരു ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയോടുകൂടി, വികാരങ്ങളെ സ്റ്റെബിലിറ്റിയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കടന്നു പോകും, ഞാൻ മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ചാൽ നമുക്ക് എല്ലാത്തിനെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കണമെന്നാണ് പ്രിയപ്പെട്ട നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ അസോസിയേഷന് എല്ലാവിധ നന്മകളും വിജയങ്ങളും ഒക്കെ ഞാൻ ആശംസിക്കുകയാണ്. ഈ ഒരു സംസ്ഥാന സമ്മേളനം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഈ സമൂഹത്തിന് നന്മയുടെ പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആർക്കും തോൽക്കാതെ